കാരണങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ ട്രംപിനെ ഇന്ത്യക്കെതിരാക്കിയിരിക്കുന്നത്. ഒന്ന്, തൻ്റെ വ്യാവസായിക സാമ്രാജ്യം കെട്ടിപ്പടുക്കാനായിട്ടുള്ള നീക്കം. രണ്ട്, നൊബൽ പ്രൈസിന് വേണ്ടിയിട്ടുള്ള നീക്കം. ഈ രണ്ട് നീക്കങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യക്കെതിരായിട്ട് ഒരു ഒരു ടാരിഫ്, ഒരു അധിക നികുതി പിഴ ചുമത്താൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ആ തീരുമാനത്തിന് വഴങ്ങാൻ തയ്യാറല്ല എന്നാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആത്മാഭിമാനത്തിന്റെ മുഹൂർത്തമാണ് ഓരോ ഇന്ത്യക്കാരനെയും സംബന്ധിച്ചത്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്, ഒരു കാരണവശാലും ഇന്ത്യ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങില്ല, എന്തു വില കൊടുക്കേണ്ടി വന്നാലും ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് തന്നെയാണ്. അടിക്ക് തിരിച്ചടി എന്ന നയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നു. അതും ആരോട്? അമേരിക്ക എന്ന് പറയുന്ന ലോക പോലീസുകാരനോടാണ് വളരെ കൃത്യമായിട്ടുള്ള നിലപാട് ഇന്ത്യ എടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ നിലപാട് അൺറീസണബിളും അൺജസ്റ്റിഫയബിളുമാണ് എന്നാണ്. നീതീകരിക്കാനാകാത്തത്, യുക്തിപൂർവ്വമല്ലാത്തത്. ആ അർത്ഥത്തിൽ അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലപാടിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഇന്ത്യ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നും മാത്രവുമല്ല, ഇന്ത്യ ചില പുതിയ രാഷ്ട്രീയ സഖ്യങ്ങൾക്കുള്ള കരുനീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവൽ കഴിഞ്ഞ ദിവസം റഷ്യ സന്ദർശിച്ചത് എന്ന് മാത്രവുമല്ല, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ മാസം തന്നെ റഷ്യ സന്ദർശിക്കും. റഷ്യയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടാൻ പോകുന്നു എന്ന് മാത്രവുമല്ല, ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി ചൈന സന്ദർശിക്കാൻ പോവുകയാണ്. ചൈന എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ നമ്പർ 1 ശത്രുവാണ്. ആ അർത്ഥത്തിൽ അമേരിക്ക തങ്ങൾക്കെതിരായിട്ടുള്ള നടത്തുന്ന നീക്കങ്ങളെ, ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ നടത്തുന്ന നീക്കങ്ങളെ മറ്റു ചില രാഷ്ട്രീയ നീക്കങ്ങളിലൂടെയും രാഷ്ട്രീയ സഖ്യ നീക്കങ്ങളിലൂടെയും മറികടക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. ആ അർത്ഥത്തിൽ 140 കോടി ജനങ്ങളുടെ ആത്മാഭിമാനമാണ് ഇന്ത്യൻ സർക്കാർ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്, നരേന്ദ്രമോദി ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. 140 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്നത് ചെറിയൊരു കമ്പോളമല്ല കേട്ടോ. ആ ചെറിയ കമ്പോളമല്ലാത്ത ഈ ഇന്ത്യ എന്ന് പറയുന്നത്, 140 കോടി ജനങ്ങൾ ജീവിക്കുന്ന ഈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ കമ്പോളമാണ്. ആ കമ്പോളത്തെ കണ്ടില്ല എന്ന് വെച്ചുകൊണ്ട് ഒരു ലോക സാമ്പത്തിക ശക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇന്ത്യയുടെ ജനസംഖ്യ 140 കോടിയാണെങ്കിൽ അമേരിക്കയുടെ ജനസംഖ്യ കേവലം 35 കോടി മാത്രമാണ് കേട്ടോ. ആ 35 കോടിയുടെ കമ്പോളം വേറെ, 140 കോടിയുടെ കമ്പോളം വേറെ. അമേരിക്കയ്ക്ക് നിലനിൽക്കണമെങ്കിൽ ഇന്ത്യ എന്ന കമ്പോളം അനിവാര്യമാണ്. അതുകൊണ്ട് മാത്രവുമല്ല, ഇന്ത്യ മുന്നോട്ട് കുതിക്കുന്ന ഒരു സാമ്പത്തിക ശക്തിയുമാണ്. ഇന്ത്യ ഇപ്പോൾ തന്നെ ലോകത്ത് 5ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. വരും കാലത്ത് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത്, ഉടൻ തന്നെ ലക്ഷ്യം വെക്കുന്നത് 3ാം സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിലൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ മറികടന്നുകൊണ്ട് അമേരിക്കയ്ക്ക് നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഇന്ത്യ ഉണ്ടാക്കാൻ പോകുന്ന പുതിയ സഖ്യങ്ങൾ എന്ന് പറയുന്നത് ലോകരാഷ്ട്രീയത്തിൽ തന്നെ പുതിയ പോളറൈസേഷന്, ധ്രുവീകരണത്തിന് വഴിവെക്കും എന്ന കാര്യത്തിലും സംശയമില്ല. ആ അർത്ഥത്തിൽ ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന്റെ പ്രകാശനമാണ് നടത്തിയിരിക്കുന്നത്. ഇന്ത്യ മുന്നോട്ട് പോകും, ഇന്ത്യ കരുത്തോടുകൂടി മുന്നോട്ട് പോകും. അതിനെ ആർക്കും സമ്മർദ്ദത്തിലാക്കാൻ കഴിയില്ല. അമേരിക്ക അടക്കം ഏത് ലോകശക്തി തിരിഞ്ഞു നിന്നാലും അതിനോട് ചോദ്യം ചോദിക്കാനും അതിനെതിരെ പ്രതിഷേധിക്കാനും അതിനെതിരായിട്ട് പ്രതിരോധം തീർക്കാനും കഴിയുന്ന ആർജവുമുള്ള ജനതയാണ് ഇന്ത്യൻ ജനത എന്ന് ഇന്ത്യൻ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ് ഈ വിഷയത്തിൽ സർജിക്കൽ സ്ട്രൈക്കിന്റെ അഭിപ്രായം. അമേരിക്ക അടങ്ങിയിരിക്കും എന്ന് നമ്മൾ കരുതണ്ട. എങ്കിൽ കൂടിയും അമേരിക്കയുടെ ഈ അപ്രഖ്യാപിത നികുതി യുദ്ധമുണ്ടല്ലോ, ആ നികുതി യുദ്ധത്തിന് അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യയും അമേരിക്കയേക്കാൾ വലിയ കമ്പോളമാണ്. ഇന്ത്യയെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ആത്യന്തികമായി വിജയം അമേരിക്കയ്ക്കല്ല, ഇന്ത്യക്കായിരിക്കും ഈ വിഷയത്തിൽ എന്ന ഉറച്ച നിലപാടാണ് സർജിക്കൽ സ്ട്രൈക്കിനുള്ളത്.